നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വേദ ജ്യോതിഷം പ്രകാരം പഞ്ചമഹാപുരുഷ രാജയോഗങ്ങള് അതീവ ശുഭഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ യോഗങ്ങൾ ജാതകത്തിലോ ഗ്രഹങ്ങളുടെ സംക്രമണ സമയത്തോ രൂപപ്പെടുമ്പോൾ ഒരാളുടെ ജീവിതത്തിലെ ബഹുമാനം, പദവി, ധനസമൃദ്ധി, സൗഖ്യ സൗകര്യങ്ങൾ എന്നിവയൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട്. ഇപ്പോൾ 2026 പ്രധാനപ്പെട്ട രണ്ട് രാജയോഗങ്ങളായ ഹംസ രാജയോഗം, മാളവ്യ രാജയോഗവും രൂപം കൊള്ളുന്നതിനാൽ നിരവധി രാശിക്കാർക്ക് അതീവ അനുകൂലമായ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് അനുഭവപ്പെടുക. ജ്യോതിഷ ശാസ്ത്രപ്രകാരം നോക്കുകയാണെങ്കിൽ വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥ രാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹംസ രാജയോഗമാണ് രൂപം കൊള്ളുന്നത്. അതേസമയം ശുക്രൻ തൻ്റെ ഉച്ചസ്ഥ രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ മഹാപുരുഷ മാളവ്യ രാജയോഗമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ശക്തമായ രാജയോഗങ്ങളും ഒരേ സമയം രൂപം കൊള്ളുന്നതിൻ്റെ ഫലമായിട്ട് അതീവ അപൂർവമായ ഒരു ജ്യോതിഷ സംയോഗത്തിൻ്റെ സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയതും അല്ലെങ്കിൽ അനുകൂലവുമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത ശക്തമായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ആ ചില രാശികളിൽ കുംഭം, മീനം, മിഥുനം എന്നിവ കൂടുതലായിട്ട് ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് രാശികളും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. നമ്മൾ ആദ്യം കുംഭം രാശിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഏറെ അനുകൂലമായ ഒരു വർഷമായിട്ടാണ് കാണുന്നത്. ഹംസ രാജയോഗവും മാളവ്യ രാജയോഗവും ഒക്കെ നൽകുന്ന ശക്തമായ സ്വാധീനം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ഇപ്പൊ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയോ പുതിയ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശ്രദ്ധേയമായ ലാഭവും വളർച്ചയൊക്കെ കൈവരിക്കുന്ന സമയമാണ്. സാമൂഹിക അംഗീകാരമൊക്കെ വർദ്ധിക്കുകയും സ്വാധീനമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ശക്തമാകുകയൊക്കെ ചെയ്യും. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞ് കാണുന്നത്. ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടുന്ന പ്രവർത്തനങ്ങളൊക്കെ വിജയകരമായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് എളുപ്പം സാധിക്കും. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ഈ രാജയോഗങ്ങൾ വലിയ ഭാഗ്യ സൂചനകളാണ് നൽകുന്നത്. വിദ്യാഭ്യാസം, മത്സര പരീക്ഷകള്, തൊഴിൽ മേഖല തുടങ്ങിയവയിലൊക്കെ ശ്രദ്ധേയമായ വിജയമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹംസ രാജയോഗത്തിന്റെ സ്വാധീനം ഉണ്ടല്ലോ, ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസമൊക്കെ നൽകുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അതേസമയം മാളവ്യ രാജയോഗം ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക പുരോഗതിക്ക് പുതിയ വഴികളൊക്കെ തുറക്കപ്പെടുകയും കുടുംബജീവിതവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ് വളരെ ഐശ്വര്യപൂർണമായിട്ട് മാറും. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഈ കാലഘട്ടം എന്താ പറയുക, പദവിയും സാമൂഹിക അംഗീകാരവും ഒക്കെ നേടിക്കൊടുക്കുന്ന ഒരു അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. ഉയർന്ന സ്ഥാനലാഭം അല്ലെങ്കിൽ ശമ്പള വർധനവൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് വികസനത്തിനുള്ള ഒരു പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുകയും നടത്തിയ നിക്ഷേപങ്ങൾ നല്ല ലാഭം നൽകുകയോ ഒക്കെ ചെയ്യും. ഹംസരാജയോഗം ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുമ്പോൾ മാളവ്യ രാജയോഗം ഉണ്ടല്ലോ, ജീവിതത്തിലെ ആഡംബരവും സൗഖ്യവും ഒക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുക. സാമൂഹിക അന്തസ്സൊക്കെ ഉയരാനും ഭാഗ്യമൊക്കെ നിങ്ങളുടെ പക്ഷത്തായിട്ട് മാറാനുള്ള ഒരു നല്ല അതീവ സാധ്യതയാണ് തെളിഞ്ഞ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.